നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. വിറകിനിപ്പോൾ വൻ ഡിമാൻഡ്, വില കുതിച്ചു കയറിയിരിക്കുകയാണ്. പുളിയുടെ വിറകിനാണ് ഇപ്പോൾ വില കുതിച്ചു കയറിയിരിക്കുന്നത്. ഒരു ടണ്ണിന് 8500 രൂപയായിരിക്കുകയാണ്. മറ്റു പാഴ്മരങ്ങളുടെ വിറകിന് 6000 രൂപ കിട്ടും. അപ്പോൾ റബ്ബർ മരത്തിൻ്റെ വിറക് കൊടുത്താലും 6000 രൂപ വില കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും നേട്ടം തന്നെയാണ് ഈ വില. അപ്പോൾ വില കൂടാനുണ്ടായ കാരണം ഈ ഗ്യാസിൻ്റെ വില വർധനവ് തന്നെയാണ്. പാചകവാതക പ്രതിസന്ധിക്ക് പിന്നാലെ ആവശ്യക്കാർ വർദ്ധിച്ചതോടെ വിറക് വിലയിലും വർധനവ്. പുളിവിറകിന് ടണ്ണിന് 5000 രൂപയുണ്ടായിരുന്നത് ഇപ്പോൾ 8500 രൂപയായിരിക്കുകയാണ്. പാഴ്മരങ്ങളുടെ വിറകിന് 6000 രൂപയാണ് വില. റബ്ബർ മരത്തിൻ്റെ വിറകിനും വില കൂടിയിട്ടുണ്ട്. ആവശ്യത്തിന് വിറക് കിട്ടാത്ത അവസ്ഥയുമുണ്ട്. ഇതോടെ മരങ്ങൾ മുറിച്ച് വിറകാക്കി സൂക്ഷിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. എന്നാൽ വിറക് പൊളിക്കാൻ തൊഴിലാളികളില്ലാത്തതും മരം പൊളിച്ച് വിറകാക്കുന്ന യന്ത്രങ്ങൾ ആവശ്യത്തിന് ലഭിക്കാത്തതും തിരിച്ചടിയായി. മണിക്കൂറിന് 650 രൂപയാണ് മരം പൊളിച്ച് വിറകാക്കാനുള്ള യന്ത്രത്തിൻ്റെ വാടക. ഒരു മണിക്കൂറിൽ 1 ടണ്ണിനടുത്ത് വിറക് ലഭിക്കും. മുറിച്ച മരങ്ങൾ ഒന്നാകെ തമിഴ്നാട്ടിലേക്കും കേരളത്തിലെ തന്നെ ചില കമ്പനികളിലേക്കും ചൂളകളിലേക്കും കയറ്റിക്കൊണ്ടു പോകുന്നത് ഗ്രാമീണ മേഖലകളിൽ വിറക് ക്ഷാമത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ വിറകിനിപ്പോൾ വൻ ഡിമാൻഡാണ്. കുറച്ചു കാലം മുമ്പ് വരെ വിറക് ആർക്കും വേണ്ടാത്ത ഒരു സ്ഥിതിയായിരുന്നു. കോവിഡ് കാലത്തൊക്കെ ഹോട്ടലുകളെല്ലാം പൂട്ടിയിട്ടിരുന്ന സമയത്ത് വിറക് എടുക്കാൻ പോലും ആരും ഇല്ലായിരുന്നു. തോട്ടങ്ങളിൽ റബ്ബർ മരങ്ങൾ മുറിച്ചിട്ടിട്ട് അത് വിറക് ആരെങ്കിലും വെറുതെ എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞാൽ പോലും ആരും എടുക്കാത്ത ഒരു സ്ഥിതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. വിറകെന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വിമിഷ്ടമായിരുന്നു. ഇപ്പോൾ വിറകിന് വേണ്ടിയിട്ട് ആൾക്കാർ ഓടി നടക്കുകയാണ്. അപ്പോൾ അത്രയേറെ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ഗ്യാസിൻ്റെ വില വർധനവ് തന്നെയാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, നമ്മളിപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഗ്യാസ് കിട്ടാൻ 2-3 ആഴ്ച വരെയൊക്കെ വെയിറ്റ് ചെയ്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അതും ഒരു കാരണം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും റബ്ബർ കർഷകർക്ക് ഇതൊരു നേട്ടം തന്നെ ആണ് ഈ വില വർധന വന്നിരിക്കുന്നത്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.